റെഡ് അലേർട്ട് നിലനിൽക്കുന്ന പത്തനംതിട്ടയിലേക്കാണ് സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? മഴയുണ്ടോ? ആര്യ, ഇപ്പോൾ പത്തനംതിട്ടയിൽ ശക്തമായ മഴ ലഭിക്കുന്നില്ല. എന്നാൽ പോലും ഇടവിട്ട് ശക്തമായ മഴ പത്തനംതിട്ട ജില്ലയിൽ ലഭിക്കുന്നുണ്ട്. മലയോര പ്രദേശത്തും നമ്മുടെ പത്തനംതിട്ട നഗരമധ്യത്തിൽ ഉൾപ്പെടെ ഇടവിട്ട് ശക്തമായ മഴയുണ്ട്. അല്പസമയം മുമ്പ് നല്ല മഴ ഈ പത്തനംതിട്ടയിൽ ലഭിച്ചിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. വലഞ്ചുഴി ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള സ്ഥലത്താണ്. നമുക്ക് ഈ അച്ചൻകോവിലാറിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ ശുഭിതമായി തന്നെ ആറ് ഒഴുകുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. നല്ല രീതിയിലുള്ള ജലത്തിൻ്റെ വരവ് ഈ ആറിലേക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ വീണ്ടും തുറക്കാൻ സാധ്യത അല്ലെങ്കിൽ തുറക്കുമെന്ന അറിയിപ്പ് ഔദ്യോഗികമായി തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ഡാമുമായി ബന്ധപ്പെട്ട അത്തരം നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഡാമിൻ്റെ 3 ഷട്ടറുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്നു. അത് പിന്നീട് താഴ്ത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 192 മീറ്ററാണ് റെഡ് അലേർട്ട് ലെവൽ. അത് ഇന്നലെ രാത്രി കൂടി തന്നെ റെഡ് അലേർട്ട് ലെവലിലേക്ക് രാത്രി 9 മണിയോടെ എത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അതിനാൽ തന്നെ സീതത്തോട് ആങ്ങമൂഴി പ്രദേശത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും അറിയിപ്പിൽ നൽകുന്നുണ്ട്. ഈ സ്ഥലത്ത് താമസിക്കുന്നവർ നദി കുറുകെ കടക്കുവാനോ കുളിക്കാൻ ഇറങ്ങുവാനോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. ഇന്ന് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ആണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിലെ രാത്രികാല ഗതാഗത, അതായത് മലയോര മേഖലയിലേക്കുള്ള രാത്രികാല ഗതാഗത നിരോധനവും തുടരുകയാണ്. കോറികളുടെ പ്രവർത്തനത്തിനും നിരോധനമുണ്ട്. എന്നാൽ ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നത് ആശ്വാസമാണ്. ആര്യ, ശരി. സുജു ടി ബാബുവാണ് പത്തനംതിട്ട ജില്ലയിലെ മഴയുടെ സാഹചര്യങ്ങൾ നൽകിയത്.